ശബരിമല ശ്രീധർമ്മശാസ്താവിനെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മതാതീതമായ ഒരു പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പിണറായി വിജയൻ ആരാണെന്നും ശബരിമല അയ്യപ്പൻ ആരാണെന്നും മലയാളികൾക്ക്, വിശ്വാസികൾക്ക്, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മതാതീതം തെളിയിച്ചില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് മെമ്മറിയാണ് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയും ഷോർട്ടാണോ മെമ്മറി എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഫലം വെച്ചേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും പറയുന്നുണ്ടാകും 2021 തുടർ ഭരണം കിട്ടിയില്ലേ, അത് അയ്യപ്പനല്ലേ തന്നത്, 2019 തിരിച്ചടിയെ ഞങ്ങൾ മറികടന്നില്ലേ എന്നൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ആചാര ലംഘനം ആയിട്ടാണ് യുവതീ പ്രവേശന വിധിയിലൂടെ 2 സ്ത്രീകളെ കയറ്റിയതിനെ ആചാര ലംഘനമായി കണ്ടുകൊണ്ടാണ് NSS അടക്കം തെരുവിലേക്ക് ഇറങ്ങിയത്. നാമജപ ഘോഷയാത്രയടക്കമുള്ള പ്രതിഷേധങ്ങൾ നടന്നത്. അവരെ എല്ലാവരെയും വേദിയിലെത്തിക്കാൻ സാധിച്ചു. NSSും SNDPയും അടക്കമുള്ള സംഘടനകളെയെല്ലാം ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് സർക്കാരിന്റെ വിജയമാണ്, ഈ പരിപാടിയുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ വൻ വിജയമായി ഇപ്പോൾ കാണുന്നത്. ഇത് ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് എന്നുള്ള നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലെ അഭിപ്രായം ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, വിശ്വാസികളുടെ വോട്ടുകൾ, ഹിന്ദുക്കളുടെ വോട്ടുകൾ പ്രത്യേകിച്ചും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് ആണ്. അപ്പോൾ അതിന്റെ ഇന്നത്തെ ആ പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.